സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സിദ്ധാർത്ഥൻ പാർട്ടിക്കാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും തെറ്റുകാരനായി ചിത്രീകരിക്കപ്പെടുന്നു. അപ്പോൾ രജനിയാണെങ്കിൽ ഒന്നാമതേ അമ്മയെ കാണാതായതിൻ്റെ ദേഷ്യം മുഴുവനും അച്ഛനോടും ദേവികയോടുമാണ് തീർക്കുന്നത്. ഇപ്പോൾ പോലീസ് വന്ന് ശിവക്ഷേത്രത്തിന് അടുത്ത് വെച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ആളുകൾ കണ്ടു. അതിന് ശേഷമാണ് പ്രഭാവതി മേഡത്തെ കാണാതായത്, എവിടെ പോയി എന്ന് തിരക്കിയതും കൂടി ആയപ്പോഴത്തേക്കും രജനിയുടെ നിയന്ത്രണം വിട്ട് അച്ഛനോട് പലതും പൊട്ടിത്തെറിച്ച് ചോദിക്കുന്നുണ്ട്. അതേസമയം ത്യാഗരാജൻ അരുന്ധതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ, സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. മേഡം ഇറക്കിയ പൈസയാവട്ടെ എല്ലാം നിഷ്ഫലമാകുന്ന ലക്ഷണമുണ്ട്. എന്താ കാര്യമെന്ന് വെച്ചാൽ അപ്പം എന്നെ അറിയിക്കണം, ദേവിയേക്ക് ഒരു കാരണവശാലും കോട്ടം തട്ടുന്ന ഒരു ന്യൂസും സ്പ്രെഡ് ആവാതെ നോക്കണം എന്നൊക്കെ അരുന്ധതി പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്ന സമയത്ത് ചന്ദ്രമതി ഇതെല്ലാം കേട്ടുകൊണ്ട് വന്നു. അപ്പോൾ ചോദിക്കുന്നു, ആരെയായി മേഡം എന്നൊക്കെ വിളിച്ച് ആരോടാണ് നീ സംസാരിച്ചത്? അതൊന്നുമില്ല, ഒരു പാർട്ടി അനുയായിയോടാ. പാർട്ടി അനുയായിയെ മേഡം എന്നൊക്കെയാണോ വിളിക്കുന്നത്? നമ്മൾ പാർട്ടിയിലുള്ളവരെ സ്ത്രീകളെ മേഡമെന്നും പുരുഷന്മാരെ സാറെന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാണെന്ന് പറയുമ്പോഴും ചന്ദ്രമതിക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോൾ ചന്ദ്രമതിയെ വിശ്വസിപ്പിക്കാനായി സിദ്ധുവിൻ്റെ കാര്യം എടുത്തിടുന്നുണ്ട് ത്യാഗരാജൻ. അതേസമയം രജനി ചോദിച്ചതിന് മറുപടി പറയേണ്ട അവസ്ഥയാകുന്നുണ്ട് സിദ്ധാർത്ഥന്. സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞാൻ ബലരാമൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിന് പാർട്ടി പ്രസിഡൻറ്റിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പ്രഭാവതി എന്നെ വിളിച്ചിരുന്നു. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പിട്ട് അത്യാവശ്യമായി എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. 2 മുന്നണികൾ പുറത്തു വെച്ച് സംസാരിക്കുന്നത് കണ്ടാൽ പ്രശ്നമാകുമെന്ന് സിദ്ധു മറുപടി പറയുകയും ചെയ്തു. മുന്നണികളൊക്കെ മാറ്റിവെക്ക്, നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ, അത്യാവശ്യമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് കാണണോ വേണ്ടിയോ എന്ന് ആലോചിച്ചെങ്കിലും കാണാൻ വരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തെങ്കിലും എനിക്ക് മനസ്സൊന്നും ഉണ്ടായില്ല. അപ്പോൾ രജനി ചോദിക്കുന്നു, അച്ഛൻ കാണാൻ പോയോ ഇല്ലയോ? കാണാൻ പോയിരുന്നു എന്ന് പറയുമ്പം നന്ദനും ഗിരീഷും ദേവികയൊക്കെ ആകെ ടെൻഷൻ അടിച്ച് കേൾക്കുന്നുണ്ട്. അതായത് അച്ഛൻ കാണാൻ പോയ കാര്യമൊന്നും ആരോടെയും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ സിദ്ധു ആണെങ്കിൽ പ്രഭാവതിയെ കാണാൻ പോയപ്പം പ്രഭാവതി അവസാന ശ്രമമാണ് നടത്തി നോക്കിയത്. നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യത്തിന് ഏറ്റവും അനിവാര്യം ഈ ഇലക്ഷനാണ്. ഈ ഇലക്ഷനിൽ നിന്ന് പിന്മാറാൻ ദേവികയോട് സിദ്ധുവിന് പറഞ്ഞുകൂടെ? അവസാന ഒരു ശ്രമമാണിത്. ദേവിക പിന്മാറിയാൽ തന്നെ ഡമ്മി കാൻഡിഡേറ്റ്സ് കാണത്തില്ലേ? അതും നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ? അങ്ങനെ മത്സരിപ്പിച്ചുകൂടെ? സിദ്ധുവിനൊന്ന് ശ്രമിച്ചുകൂടെ എന്നൊക്കെ പറയുമ്പോൾ സിദ്ധു പറയുന്നു, നല്ല തീരുമാനമാണ്, പക്ഷേ കാരണം എന്താണെന്ന് അറിയണം. ആട്ടിൻകൂട്ടങ്ങളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കാൻ നടക്കുന്ന ചെന്നായ്ക്കൾ നമ്മുടെ ഈ ഇലക്ഷൻ പ്രചരണത്തിനും കൂടെയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സിദ്ധുവിനോട് ഞാനിത് അപേക്ഷിക്കുന്നത്. ദൈവത്തെ ഓർത്ത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പം സിദ്ധുവിനാണെങ്കിൽ സമ്മതമല്ല. കാരണം ഒരുപാട് വൈകിപ്പോയി. ഇപ്പം തന്നെ പാർട്ടി നേതൃത്വം പറയുന്നത് താൻ മത്സരിക്കുന്നതിന് കാരണക്കാരൻ ഞാനും കൂടി അറിഞ്ഞിട്ടാണ് താൻ മത്സരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ദേവികയും കാണാൻ പിന്മാറിക്കഴിഞ്ഞാൽ അത് അവർ ഉറപ്പിക്കും. അതെൻ്റെ പാർട്ടി ജീവിതത്തെ ബാധിക്കും. മാത്രമല്ല ദേവിക മത്സരിക്കാൻ കഴിവുള്ള നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ എന്തിന് കുടുംബ പ്രശ്നത്തിൻ്റെ കാര്യം പറഞ്ഞ് മത്സരത്തിൽ നിന്നും പിന്മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതിക്ക് ഉത്തരം മുട്ടുന്നുണ്ട്. പ്രഭാവതിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു, സിദ്ധാർത്ഥൻ ദേവികയെ പിന്മാറ്റുന്നതിന് താല്പര്യമില്ലെന്ന്. അങ്ങനെ ഇനി കൂടുതൽ സംസാരിച്ച് വഷളാക്കണ്ട, സിദ്ധു പൊക്കോളാൻ പറഞ്ഞ് അനുവാദം കൊടുത്തിട്ടാണ് സിദ്ധാർത്ഥൻ പോകുന്നത്. അന്നേരവും പ്രഭാവതി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രഭാവതിയെ കാണാതായത്. അച്ഛനല്ലേ അമ്മയെ കാണാൻ പോയത്? അമ്മയുടെ ഫോൺ ക്ഷേത്രക്കുളത്തിന് അവിടെ വെച്ച് കിട്ടിയെന്ന് പറയുന്നല്ലോ. അച്ഛൻ സത്യം പറ, അമ്മ അച്ഛനും തമ്മിൽ വഴക്കുണ്ടായോ? അതിൻ്റെ പേര് അച്ഛൻ്റെ ആൾക്കാരായിരിക്കുമോ അമ്മ ഇനി തട്ടിക്കൊണ്ടു പോയത് എന്ന് രജനി ചോദിക്കുമ്പം സിദ്ധു പറയുന്നു, എനിക്കറിയില്ല മോളെ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ ഒരു ഗുണ്ടാ സങ്കേതത്തിൽ കെട്ടിയിട്ട് ഇരുത്തിയേക്കുന്നതാണ്. ചുറ്റിലും ഗുണ്ടകളുമുണ്ട്. നമ്മുടെ ഋഷിയാണ് സംസാരിക്കുന്നത്. തന്നോട് ചെയ്ത പല ക്രൂരതയ്ക്കും പകരം ചോദിക്കാനായിട്ടാണ് ഋഷി വന്നിരിക്കുന്നത്. അമ്മയാണെങ്കിൽ ദേവികയെ വിജയിപ്പിച്ചുകൊണ്ട് പ്രഭാവതിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മയോടോ ത്യാഗരാജനോടോ CPയോടോ ആരുടെയും പറയാതെ നമ്മുടെ ഋഷിയായിട്ട് തന്നെ തന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ഇങ്ങനെയല്ല ഉത്തരം കൊടുക്കണ്ടേ എന്നുള്ള രൂപത്തിൽ പ്രഭാവതിയെ തട്ടിക്കൊണ്ട് പോരുന്നു. നോമിനേഷൻ കൊടുക്കുന്നതും ഇലക്ഷന് മത്സരിക്കുന്നതും ഒന്നുമല്ല ഋഷിയെ സംബന്ധിച്ച ആവശ്യം. തന്നോടും ലീനയോടും ചെയ്ത ക്രൂരതയുടെ ഭാഗമായിട്ടാണ് ലീന ആത്മഹത്യ ചെയ്തത്. മാത്രമല്ല ഋഷി കിടപ്പിലായി ഇത്രയും വർഷം തൻ്റെ ഭാവിയും ഇല്ലാണ്ടായത്. അതിൻ്റെ കണക്കുകൾ ഋഷി ചോദിക്കുമ്പം ഉത്തരം മുട്ടി വിഷമത്തിലിരിക്കുന്ന പ്രഭാവതിയെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്.
അതിലൊരു ഗുണ്ട പ്രഭാവതി മേഡം കേൾക്കെ പറയുന്നു, നാട് മുഴുവൻ പ്രഭാവതി മേഡത്തെ അന്വേഷിച്ച് പോലീസ് സംഘം നടക്കുക. അതിനു മുമ്പ് ഞാൻ പ്രഭാവതി മേഡത്തെ തീർക്കത്തില്ലെന്ന് ഋഷിയും പറഞ്ഞ് ആ ഗുണ്ടയും വിളിച്ചങ്ങ് പോകുന്നുണ്ട്. അതൊക്കെ കേട്ട് ആകെ പേടിച്ചിരിക്കുന്നുണ്ട് പ്രഭാവതിയും. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അതേസമയം സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ മനസ്സ് തകർന്ന് പറയുന്നു, പ്രഭാവതിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്നിട്ടും രജനിക്ക് അതൊന്നും വിശ്വാസമാകുന്നില്ല. രജനി പറയുന്നു, എനിക്ക് അച്ഛൻ്റെ വർത്തമാനത്തിലൊന്നും യാതൊരു വിശ്വാസവും വരുന്നില്ല. അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കുന്നു ഞങ്ങളിൽ നിന്ന്. രജനിയുടെ സംസാരം നിയന്ത്രണം വിട്ട് വരുന്ന സമയത്ത് ഗിരീഷ് ആണെങ്കിൽ രജനിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ആകെ മനസ്സ് തകർന്ന് നിൽക്കുന്ന സിദ്ധുവിനെയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. പ്രഭാവതിയെ കാണാതായതിൻ്റെ പിന്നിൽ സിദ്ധുവോ അല്ലെങ്കിൽ KDF പാർട്ടി പ്രവർത്തകരോ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അരുന്ധതി പോലും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ത്യാഗരാജനാകാനും ചാൻസ് ഉണ്ടെന്ന് മനസ്സിലൊരു ആശങ്കയുണ്ട്. തൻ്റെ മകൻ തന്നെയാണ് പ്രഭാവതി മേഡത്തെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള സത്യം അറിയുമ്പോൾ അരുന്ധതി മേഡം എങ്ങനെ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നു എന്ന് കാത്തിരിക്കാം.